സെയിം നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് യാതൊരു സംശയവും വേണ്ട, ഡൽഹിയേക്കാൾ വേഗത്തിൽ ഇത് വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ പരമാവധി മലിനീകരണം കുറയ്ക്കുവാൻ ആവശ്യമുള്ള നിയമ നടപടി സ്വീകരിക്കും. ആ ബസ്സുകളുടെ സാഹചര്യം പരിശോധിക്കും. എന്താണ് സാഹചര്യം പരിശോധിച്ചിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ തിരിച്ചു വിളിക്കുന്ന തീരുമാനമെടുക്കും. നമസ്കാരം, മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. അങ്ങനെ വിവാദങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്നിൽ നിന്ന് തുടങ്ങാനുള്ള തീരുമാനം BJP എടുത്തു കഴിഞ്ഞു. പല അഴിച്ചുപണികളും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉടമസ്ഥതയുള്ള കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കാണ് മേയർ VV രാജേഷ് എത്തിയത് എങ്കിൽ ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റൊരു വിഷയത്തിലേക്കാണ്. അതായത് KSRTC, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള KSRTC ബസ്സുകൾ എവിടെ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയാണ് മേയർ VV രാജേഷ്. ഇത് മുഖാന്തരം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരാനുള്ള വലിയൊരു വരുമാനമാണ് തടസ്സപ്പെട്ട് കിടക്കുന്നത്. ഈ ബസ്സുകൾ കൃത്യമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക്, മറ്റു ഡിപ്പോകളിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഉപയോഗിക്കുന്നുണ്ടോ, ഉപയോഗപ്രദമായിട്ട് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് VV രാജേഷ് രംഗത്ത് വരുന്നു. എന്തായാലും CPM-ന് ഇതൊക്കെ വച്ചു നോക്കുമ്പോൾ, ഓരോ അഴിച്ചുപണികളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാത്തിനും എണ്ണി ഉത്തരം പറയേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇടത് മന്ത്രിമാരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് BJP-യുടെ മേയറായിട്ടുള്ള VV രാജേഷ്. എന്തായാലും തുടക്കത്തിൽ തന്നെ അദ്ദേഹം KSRTC-യുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വാക്കുകളിലേക്ക്. കുട്ടികൾക്ക് ഡൽഹിയിൽ താമസിക്കാൻ നിർവാഹമില്ല. കാരണം 5 വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പൊല്യൂഷൻ കാരണം. അതുകൊണ്ടാണ് ഞങ്ങളെ കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി അച്ഛനും അമ്മയും ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് സെറ്റിൽ ചെയ്യുകയാണ്. ഇത് നേരിട്ടൊരു 8-10 ദിവസത്തിനകത്ത് എനിക്കുണ്ടായ അനുഭവമാണ്. ഡൽഹി നമുക്ക് ചിന്തിക്കാൻ നിർവാഹമില്ലാത്ത തരത്തിലേക്ക് പൊല്യൂട്ടഡ് ആണ്. സെയിം നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് യാതൊരു സംശയവും വേണ്ട, ഡൽഹിയേക്കാൾ വേഗത്തിൽ ഇത് വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് 2070 ആകുമ്പോഴേക്കും ടോട്ടലി കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് തിരുവനന്തപുരത്ത് പരമാവധി ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, തിരുവനന്തപുരത്ത് അനുവദിച്ച ഇലക്ട്രിക് ബസ്സുകൾ പലതും അദ്ദേഹം പറഞ്ഞതുപോലെ ഇടുക്കിയിലും കട്ടപ്പനയിലാണ് ഓടുന്നത്. ഒടുവിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഇടുക്കിയിലും കട്ടപ്പനയിലും നെയ്യാറ്റിൻകരയിൽ പോയി ബസ് തടയുമെന്ന് വാർത്ത കൊടുത്തപ്പോഴാണ് ചില ബസ്സുകൾ പിൻവലിച്ചത്. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആറ്റിങ്ങൽ, വെഞ്ഞാറമൂടൊക്കെ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഒന്ന്, അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഈ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ മാത്രം ഓടിക്കഴിഞ്ഞാൽ അത് അവർക്ക് സിറ്റിയിൽ പരമാവധി ബസ്സുകൾ ഓടിച്ചു. ഇനി സിറ്റിയിലേക്ക് വരേണ്ട ആൾക്കാരെ ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര, നെടുമങ്ങാടത്തൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നതെന്നാണ് അനൗദ്യോഗികമായ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. പരിശോധിക്കണം. ഇപ്പൊ സിറ്റിയിലേക്ക് ആൾക്കാർക്ക് വരാൻ വേണ്ടി കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടതാണ്. എനിവേ, തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ പരമാവധി മലിനീകരണം കുറയ്ക്കുവാൻ ആവശ്യമുള്ള നിയമ നടപടി സ്വീകരിക്കും. ആ ബസ്സുകളുടെ സാഹചര്യം പരിശോധിക്കും. എന്താണ് സാഹചര്യം പരിശോധിച്ചിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ തിരിച്ചു വിളിക്കുന്ന തീരുമാനമെടുക്കും. 100%. ഇപ്പോഴത്തെ ഈ സാഹചര്യം വെച്ചിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചാലേ ആ വാർഡിൽ ഏറ്റവും നല്ല മുന്നേറ്റം നടക്കുകയുള്ളൂ. ഇപ്പോ സ്വതന്ത്രർ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു LDF-ൽ നിന്നും UDF-ൽ നിന്നൊക്കെ നിരവധി കൗൺസിലർമാരെ ഞാൻ കണ്ടു. ഇന്നലെ അവരോട് താങ്കൾ ഉണ്ടായിരുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം കൗൺസിലർമാരെ അഡ്രസ് ചെയ്തപ്പോഴേക്കും മേയർ, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം 101 വാർഡുകളിലെയും കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും അവരുടെ വാർഡുകളിൽ നമ്മൾ അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ പരമാവധി ശേഖരിക്കണം. അതുൾപ്പെടെയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും LDF-ന്റെയും UDF-ന്റെയും ഒക്കെ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ അക്കാര്യങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കാമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് വിഴിഞ്ഞങ്കാര് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കാം. വാർഡ് ഞങ്ങളുടെ കയ്യിൽ കുറെ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ജനങ്ങളുടെ നികുതി പണം കട്ടെടുത്തവർ ആരായാലും തന്നെ അവർ ആൻസറബിൾ ആണ്. അതിനാവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്ത ബസ്സുകളുടെ കാര്യമാണ് താങ്കൾ പറയുന്നത്. നമ്മളിവിടെ ഓടുന്ന അല്ല, ഇവിടെ ഓടുന്ന അതുപോലത്തെ ബസ്സാണ് ഇതിപ്പോ. അതാണ്, ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇത് കണക്ട് ചെയ്ത് വരികയാണ്. അതായത് നമ്മുടെ പല വാഹനങ്ങളും എവിടെയൊക്കെ കിടക്കുകയാണ്. ഇപ്പോ കോർപ്പറേഷനുള്ളിൽ നിങ്ങൾ ഇന്ന് ക്യാൻറ്റീനിലോട്ട് പോകുന്നതിന്റെ വലതു ഭാഗത്ത് മുഴുവൻ ജീപ്പുകൾ കിടക്കുകയാണ്. ചിലപ്പോൾ ഒരു ജീപ്പിന്റെ ഒരു ടയറായിരിക്കും ഇല്ലാതായത്. ഒരു ടയർ മാറ്റാൻ പഠിച്ചിട്ട് മറ്റു 3 ടയറും അല്ലെ അവിടെ കിടന്ന് പുല്ല് ഓടിക്കുകയാണ്. ഈ ടയർ വണ്ടി ഒതുക്കിയിടുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്നവരില്ലേ, ഒരു 3 മാസം വാഹനം ഉപയോഗിച്ചാൽ അതിന്റെ എഞ്ചിന് പിന്നെ സ്റ്റക്ക് ആവൂലേ? സ്വാഭാവികമായിട്ട് ഗിയർ ബോക്സിന് എന്ത് സംഭവിക്കും?
എത്ര ലക്ഷം? അപ്പം ഒരു 3000-8,000 രൂപ കൊടുത്തൊരു ടയർ മാറ്റാൻ വേണ്ടി കാണിക്കുന്ന അലംഭാവം 10 ലക്ഷം രൂപയുടെ വാഹനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എത്ര വാഹനങ്ങൾ അവിടെ കിടക്കുന്നത്? ഒറ്റയടിക്ക് ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ഇതൊക്കെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ താങ്കൾ പറയുന്നത് എത്ര ലക്ഷം രൂപയുടെ 3-4 ബസ്, മാധ്യമപ്രവർത്തനങ്ങൾ പറഞ്ഞു, ഞങ്ങളല്ല, എത്ര ലക്ഷം രൂപയുടെ 4 ബസ്സാണ് നെയ്യാറ്റിക്കര കിടക്കുന്നത്. എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഓടിക്കൂടെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 45 വർഷത്തെ കാര്യങ്ങളൊക്കെ. പഴകിയ ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കരുത്, ഇതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ ഷോ കാണിക്കാനൊന്നുമില്ല, പഴകിയ ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കരുത്. അത് വേണ്ട ഘട്ടത്തിൽ ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഞാൻ ഒരു ഭീഷണിയുടെ സ്വരത്തിലൊന്നുമല്ല പറയുന്നത്. പരമാവധി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കൊടുക്കുക. ഇടപെടേണ്ട ഘട്ടത്തിൽ കൃത്യമായിട്ട് ഇടപെടും. അല്ല, അത് അങ്ങനെ തീരുമാനം കോർപ്പറേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ചില നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടാകും. കാരണം ഈ ഫുഡ് പോയ്സൺ ഒക്കെ ബാധിക്കുന്ന ഘട്ടങ്ങളിൽ പാലിക്കേണ്ട മിനിമം കാര്യങ്ങൾ പാലിക്കണം എന്നുള്ളത് കാലം മാറുന്നതനുസരിച്ച് നമ്മളെ ഉദ്ദേശിക്കാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരികയാണല്ലോ. അങ്ങനെയൊക്കെ നിയമപരമായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാകും. ആരെയും ഒന്നും തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഞാൻ അനുകൂലിക്കുന്നില്ല, പക്ഷെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട്. അതെ, അപ്പോ ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് 5 വർഷം ഉത്തരം നൽകാം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ട്രഷറർ വിനീഷിനെ ക്ഷണിക്കുന്നു. അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി, ഞങ്ങളുടെ മുൻ സെക്രട്ടറി, നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതി അംഗമായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇവിടെ ഉണ്ട്. പിന്നീട് നിങ്ങളത് മാത്രമായിട്ടുള്ള ഒരു മീറ്റപ്രസ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇങ്ങോട്ട് വിളിക്കാതിരുന്നത്. അദ്ദേഹം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ് ക്ലബിന്റെ കഴിഞ്ഞ 7 വർഷത്തെ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിന്ന ഒരാളാണ്. ഇപ്പൊ നിങ്ങളുടെ ഭാഗമായി മാറുകയാണ്. അതുകൂടി കൊണ്ടാണ്. അല്ല, ഞാനിന്നലെ ഒരു കാര്യം, അത് രാധാകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു, ബാക്കിയുള്ള ആരൊക്കെ ഉണ്ടായിരുന്നു അറിയില്ല, പറഞ്ഞത് 3 മുന്നണികളാണ് തെരഞ്ഞെടുപ്പിൽ മെയിനായിട്ട് മത്സരം. ഒന്ന് രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന NDA, 2 സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDF, 3 ഈ രാജ്യത്തെ ഏറ്റവും പാരമ്പര്യമുള്ള പഴക്കമുള്ള അനുഭവ സമ്പത്തുള്ള പാർട്ടികളൊന്നായിട്ടുള്ള കോൺഗ്രസ്. ഈ 3 പാർട്ടികളും കണ്ണമൂലയിലും പൗണ്ട് കടലിലും സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചുകൊണ്ടാണല്ലോ അവർ ജയിച്ചത്. അപ്പോൾ ഈ 3 ദേശീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വാധീനത്തെക്കാൾ ഇവർക്ക് സ്വാധീനം ഉണ്ടെന്നാണ് ജനങ്ങൾ തെളിയിച്ചത്. സ്വാഭാവികമായിട്ട് അതിനെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ അതിനെയും മുഖവിലേക്ക് എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 100 വാർഡിനെയും ഒറ്റ യൂണിറ്റ് ആയിട്ട് ചേർത്തുകൊണ്ട് അവർ നാളെ പിന്തുണ തരുന്നോ ഇല്ല എന്നുള്ളത് സെക്കൻഡറിയാണ്. പിന്തുണ തരുന്നതുകൊണ്ട് കൂടുതൽ ഫണ്ട് കൊടുക്കുന്നു, പിന്തുണ കൊടുക്കാത്തത് കൊണ്ട് അങ്ങനെ കയറിയില്ല, അങ്ങനെ ഒരു നിലപാട് നരേന്ദ്രമോദിജിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും അത് പാലിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെയൊക്കെ വളരെ ബഹുമാനത്തോടെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലീഡർ വിഷൻ പ്രോഗ്രാം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്നു വരുന്നതാണ്. ഇതില് നേരത്തെ രാജേഷേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് മേയർ എന്ന ചുമതല ഏറ്റെടുത്ത് ഡെപ്യൂട്ടി മേയറും നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം വലിയ തിരക്കുകൾക്കിടയിൽ ഈ 24 മണിക്കൂറിനിടയിൽ ഓടിയെത്തിയതിന് രാജേഷേട്ടന്, പ്രത്യേകിച്ച് മേയറായിട്ടുള്ള രാജേഷേട്ടൻ, ഒപ്പം തന്നെ ആശ എന്നിവർക്ക്, ഡെപ്യൂട്ടി മേയർ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. പ്രസ് ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവർ കൂടെ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ്, പ്രത്യേകിച്ച് വലിയ ആത്മബന്ധമുള്ള 2 പേരാണ്. ഇവർക്ക് 2 പേർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.